നീ 5 മണിക്കൂർ വെളിയിൽ ചെയ്യുന്നതിനേക്കാൾ, നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരത്തിനൊക്കെ പോകുന്നതിനേക്കാൾ വളരെ നല്ലതായിരിക്കും 1 മണിക്കൂർ ദൈവത്തോടുകൂടെ പറ്റിച്ചേർന്നിരിക്കാൻ സാധിക്കുന്നത്. ദൈവത്തോട് 1 മണിക്കൂർ ചേർന്നിരിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, അധ്വാനിക്കുന്നതിന്റെ അധ്വാന ഫലം ഒത്തിരി അധ്വാനിക്കേണ്ടി വരത്തില്ല. സ്വർഗസ്ഥനായിരിക്കും ദൈവത്തിന്റെ കരങ്ങൾ എന്റെയും നിങ്ങളുടെയും കരങ്ങളോടുകൂടെ ഇരുന്ന് പ്രവർത്തിക്കുമെന്നുള്ളത് ദൈവമക്കൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വേണ്ടത് ഒരു കാര്യമാണ്, ദൈവത്തോടു കൂടെയുള്ള ഒരല്പം. ദൈവമില്ലാത്ത വലിപ്പമല്ല വേണ്ടത്, ദൈവത്തോടുകൂടെയുള്ള ഒരല്പം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിഷയങ്ങളൊന്ന് ഏൽപ്പിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുവാൻ സാധിക്കുമെങ്കിൽ, ഞാൻ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട്, കഴിഞ്ഞ നാളുകൾ നിങ്ങളുടെ അനുഭവം അത് തന്നെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനും നിങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുവാൻ സാധിക്കുമെങ്കിൽ ഞാൻ ഇപ്രകാരം പറയുവാൻ സാധിക്കും: പ്രാർത്ഥിച്ച ഒരു വിഷയത്തിന്മേൽ പോലും ദൈവം വിജയം തരാതിരുന്നിട്ടില്ല. പ്രശ്നം ഒന്നുകിൽ ദൈവം പ്രശ്നം മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രശ്നത്തെ അതിജീവിക്കുവാൻ സ്വർഗസ്ഥനായിരിക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസി വേർഡ് പറയുന്നുണ്ട്: പ്രയർലെസ് ക്രിസ്ത്യൻ ഈസ് ലൈഫ്ലെസ് ക്രിസ്ത്യൻ. മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന് പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു മത്സ്യം സമുദ്രത്തിൽ കിടക്കുന്ന പോലെയാ. കൂടെ കൂടെ അത് മേളിലേക്കൊന്ന് കടന്നു വരും. അതിന്റെ കാരണം എന്ന് പറയുന്നത് ശ്വസിക്കുവാനാ. ആ ശ്വസിക്കുന്നെങ്കിൽ മാത്രമേ അത് കടലിൽ വരും. കടലിലുള്ളതായിരിക്കും ജീവിയ മത്സ്യം, അതിനകത്തെ ജീവിക്കുവാനായിട്ട് സാധ്യമാകൂ. പക്ഷെ ഒരു കാര്യം അതിനാവശ്യമാ, ഇടയ്ക്കിടയ്ക്ക് വെള്ളിയിട്ട് കടന്നു വന്ന് ഒരല്പം ശ്വാസമെടുത്ത് വീണ്ടും താഴോട്ട് മാറും. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, അതുപോലെയാണ് ഒരു ദൈവ പ്രചരണ പ്രാർത്ഥന.